ഹലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. ഞാനൊന്ന് ഔട്ട്ലൈൻ ഇടുന്നത് വരെ കാണിക്കുന്നുള്ളൂ. കാര്യം നമ്മളിന്ന് മുഴുവനും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങളത് കാണുകയില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റാതെയാവും. ഇതാവുമ്പം നമുക്ക് ചെറുതായിട്ട് ഓരോന്ന് കഴിഞ്ഞ് പോകും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ഇടാൻ പോകുന്നത്. ഈ ഒരു പിക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു മാസ്കിംഗ് ടേപ്പ് എടുക്കുക. അത് ടേബിളിന് പുറത്തോ മറ്റോ 3-4 പ്രാവശ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബുക്കിലേക്ക് ഒട്ടിക്കുക. കാര്യം ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഇളക്കുമ്പം ബുക്ക് നല്ലോണം കീറി വരാനുള്ള സാധ്യതയുണ്ടോ. അല്ലെങ്കിലും കീറും, ഞാൻ കീറില്ല എന്നൊന്നും പറയുന്നില്ല, എങ്കിലും നമുക്ക് ഒരുവിധം ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനാണിത്. പറ്റിയ ഞാനെൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പം നമുക്ക് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ വഴി നമുക്ക് ഏതാണ് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് അതിനനുസരിച്ച് നമുക്ക് ഇമേജസ് എടുക്കാം. എനിക്കിപ്പോൾ ഈ ബുക്ക് A5 അല്ല A4 അല്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാനൊരു A5 ഇട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ പേപ്പറിൻ്റെ സൈസ് ഏതാണോ അത് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറി ചെന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ട ഇമേജ് അതിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗ്രിഡ് മെത്തേഡ് വേണമെങ്കിൽ ഗ്രിഡ് എടുക്കാം. അതിനുള്ള ലേബിൾസൊക്കെ കൊടുത്തേക്കും. ഇനി നമുക്കിതിനകത്ത് മുകളിൽ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ദി റിയൽ സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ നമ്മുടെ പേപ്പറിൽ, അതായത് ഇപ്പോൾ A5 ആണെങ്കിലും A4 ആണെങ്കിലും ഏതാണോ നമ്മുടെ പേപ്പർ, ആ പേപ്പറിൽ ഇപ്പോൾ ആ ഒരു ഇമേജിൽ ഐസാണ് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഐസ് ആ ഒരു പേപ്പറിൽ എത്ര സൈസിലായിരിക്കും വരിക എന്നുള്ളത് കാണിക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് പെൻസിൽ കൊണ്ടോ മറ്റോ അതിൻ്റെ അളവ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു പോയിൻ്റ് തൊട്ട് അടുത്ത പോയിൻ്റ് വരെ ആ ഒരു ഫേഷ്യൽ ഫീച്ചർ എത്ര അളവാണ് കാണിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മുടെ പേപ്പറിൽ അതേ അളവ് കൊടുത്തിട്ട് വരയ്ക്കാം. അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. കാര്യം എൻ്റെ പേപ്പറിൻ്റെ സൈസ് കറക്റ്റല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം ആ ഒരു രീതിക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടില്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഡ്രോയിങ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വരയ്ക്കാൻ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് എന്തായാലും വരച്ചു തുടങ്ങാം. പിന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ നോക്കുക എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഏത് പോർഷനിൽ നിന്നാണ് ആ ഒരു സംഭവം തുടങ്ങുന്നത് എന്നുള്ളൊരു രീതി വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ നോക്കുക. ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഒരു പോയിൻ്റ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ ഒരു മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത് അതാണ്. നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് എല്ലാം വരച്ചെടുക്കാൻ നോക്കുക. ഞാൻ ആദ്യം ഹെയറിൻ്റെ പോർഷനാണ് വരച്ചേക്കുന്നത്. അത് ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഇപ്പം ആ ഹെയറിലുള്ള ആ ഒരു റിബൺ പോലത്തെ ഒരു സാധനം അതൊക്കെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് വരയ്ക്കാം. ഐബ്രോസിൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ ഏകദേശം നോക്കുക. ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണെന്ന് നോക്കുക. ഏത് സ്ഥലത്തായിരിക്കും അത് വരുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളതൊന്ന് വരയ്ക്കാൻ നോക്കുക. അപ്പം ഞാനിവിടെ ഐബ്രോസ് ഫുള്ള് വരച്ചെടുക്കുകയാണ്. ഐബ്രോസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോരോ ലൈൻസും വിട്ട് വരയ്ക്കാൻ നോക്കുക. ഏത് ഡയറക്ഷനിലാണ് കറക്റ്റ് ഐബ്രോസ് വരുന്നത് ആ ഒരു ഡയറക്ഷൻ തന്നെ അതിൻ്റെ ആ ലൈൻസ് ഇടാൻ നോക്കുക. ഓരോരോ ഹെയറും ഏത് ഡയറക്ഷനിലാണ് അതേപോലെ തന്നെ നോക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ ഔട്ട്ലൈൻ ഇടുമ്പോൾ നല്ല ഡാർക്കായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ഒരു ടെൻഡൻസി എനിക്കുള്ളതാണ്. പക്ഷെ നിങ്ങളിടുമ്പോൾ അത് ഇടാതിരിക്കാൻ നോക്കുക. കാര്യം അത് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ഒരു പിക്ചർ നോക്കുമ്പം ആ ഒരു പിക്ചറിൻ്റെ സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഔട്ട്ലൈൻ എടുത്ത് കാണിക്കുന്നൊരു സംഭവമായിരിക്കത്തില്ല. അപ്പം നമ്മൾ ഔട്ട്ലൈൻ കട്ടിക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഷെയ്ഡ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം അതിനകത്ത് നിന്ന് പോവും. അതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രം ഇടാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഐസാണ് വരയ്ക്കാനുള്ളത്. ഐസിന് മുന്നേ പറഞ്ഞോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അളവെടുത്തിട്ട് വരയ്ക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ ഡിസ്റ്റൻസ് നോക്കുക, ഏത് ഭാഗത്താണ് വരുന്ന ഡിസ്റ്റൻസ് നോക്കിയിട്ട്. ഇപ്പോൾ ഐബ്രോസിൽ നിന്ന് ഐസ് വരെയുള്ള ഐസിൻ്റെ ആ ഒരു ഫസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ ആദ്യം വരയ്ക്കുക. അടുത്ത പോയിൻറ്റിൻ്റെയും ഡിസ്റ്റൻസ് ഐബ്രോസിൽ നിന്ന് ആ ഡിസ്റ്റൻസ് നോക്കുക. പിന്നെ ഫേസിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കുക. അങ്ങനെ എല്ലാ ഡിസ്റ്റൻസും നോക്കിയിട്ട് വരയ്ക്കാൻ നോക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനെ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതൊക്കെ വെച്ചിട്ട് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വരയ്ക്കാൻ നോക്കുക.
ഇതിനകത്ത് ഈ ഐസാണ് ഇതിൻ്റെ മെയിൻ ഈ ഒരു പിക്ചറിൻ്റെ മെയിനായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഐസാണ്. അപ്പോൾ അത് നല്ല വിടർന്ന് നിൽക്കുന്ന ഐസാണ്. ആ ഒരു രീതിക്ക് തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക. ആ റൗണ്ട് ഷേപ്പ്, ആ ഒരു ഐസിൻ്റെ ആ ഒരു ഷേപ്പ് നിലനിർത്താൻ നോക്കുക. ഇനി അതിൻ്റെ കൃഷ്ണമണിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് ആ ഒരു ഷേപ്പിൽ തന്നെ വരയ്ക്കുക. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ വരയ്ക്കാം. ഔട്ടർ പോർഷൻ ഏത് ഷേപ്പിലാണോ അതേപോലെ തന്നെ വരയ്ക്കാൻ നോക്കുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഐസ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ സെയിം പ്രപ്പോർഷനിൽ തന്നെ വരയ്ക്കാൻ നോക്കുക. പിക്ചറിൽ ഏത് രീതിയിലാണോ വന്നേക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു കൃഷ്ണമണി ആയാലും അതിലടിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ അതേപോലെ തന്നെ വരയ്ക്കാൻ നോക്കുക. കാര്യം അതിന് വരെ നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക. അത് ഏത് പോർഷനിലാണ്, ഏതൊക്കെ രീതിയിലാണ് വന്നേക്കുന്നത്, അതിനെന്തെങ്കിലും ചരിവോ വളവോ ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഐലാഷാണ് വരയ്ക്കാൻ പോകുന്നത്. ഐലാഷ് വരയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം ഏത് രീതിയിൽ ഏതൊക്കെ പൊസിഷനിലാണ് ഐലാഷ് വരുന്നത് എന്ന് നോക്കുക. ഐലാഷിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയൊക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു എന്നൊക്കെ നോക്കി വരയ്ക്കാൻ നോക്കുക. നമ്മൾ ഒരു സൈഡിൽ നിന്ന് പ്രഷർ കൊടുത്ത് തുടങ്ങിയിട്ട് അടുത്ത സൈഡിൽ വന്നിട്ട് പ്രഷർ കുറഞ്ഞ് നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആ നോസിൻ്റെ ആ ഒരു പോർഷനിൽ അതിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനി നമുക്കെല്ലാം ടോട്ടലി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ ബാക്കി ഷെയ്ഡിങ് ട്യൂട്ടോറിയലൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.